ഞങ്ങൾ പോബിറ്റിക്ക് പാലക്കാടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിലമ്പൂരിൽ നിന്നാണ് ട്രെയിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 4:20 ട്രെയിൻ എടുക്കാം. നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. എല്ലാരും ഉണ്ട്. ഒരു ഹായ് പറയൂ. ഹായ് ബൈ. നമ്മള് പാലക്കാട് എത്തി. ഇവിടെയാണ് ദുബായ് ക്രിസ്റ്റോ. ഇത് MSF. ഹലോ. നമ്മളങ്ങനെ ലീഡ് കോളേജിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. അവിടെ നിന്നത് വാഷ്റൂം. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്കിപ്പോൾ റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കണം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണോ അതോ ഇനി വേറെ ആക്ടിവിറ്റീസിന് പോകണമെന്ന് അറിയില്ല. നമ്മളിവിടെ വന്നപ്പോൾ ഒരു 7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോയിട്ടോ. എന്നിട്ട് അവിടുന്ന് അവിടെ 2 പെറ്റ് ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു. ഇനി ഞങ്ങൾ പൂളിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ചക്കന്മാരൊക്കെ എന്താപ്പോൾ ഇവിടേക്ക് പോയിക്കണത് ടർഫിക്ക് ഫുട്ബോൾ കളിക്കാൻ പോയി. ഞങ്ങൾ രണ്ടാളും കൂടി സ്വിമ്മിംഗ് പൂൾക്ക് പോകാമെന്ന് വിചാരിച്ച്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് OPT ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വള്ളത്തിൽ കൂടെ കളിക്കുന്ന ഒരു ഗെയിമിലാണ് ഇന്ന് കേട്ടോ. നാളെ ഞങ്ങൾ ട്രെക്കിങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു നമ്മളാ വള്ളത്തിൽ കളിക്കുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്, അതായത് JC ട്രാക്ക് സ്യൂട്ട് അങ്ങനെ സംതിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷൻ ഇല്ല മറ്റേ മോയ്സ്ചറൈസർ, പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടിയത് സൺസ്ക്രീൻ. എൻ്റെ ഡോട്ടാണിക്കിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ ബീച്ച് മാറ്റിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 7 മണി 7:30 ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 8 മണിക്ക് അവിടെ താഴെ എത്തണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. എവിടേക്കാണ് പോകുന്നത് ഗൈസ്? To have breakfast. Oh my god. Guys, പാല് ഷുഗർ ഇല്ല ഗൈസ്. വേറെ ഒന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. 7:45 ആയിട്ടുണ്ട്. 8 മണിക്ക് വരണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ചായ കുടിക്കാമെന്നൊന്നും അറിയത്തില്ല. ഇത് ചെയ്യാനാ റെസ്പോൺസിബിലിറ്റി ഗൈസ്. ഞാനിപ്പോൾ ഇതാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചു, ഉപ്പുമാവും പിന്നെ പട്ടാണീസ് കടല കറിയും പിന്നെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. ബ്രെഡും ജാമും ഞാൻ കുറച്ച് മെത്ത് പോയി. ട്രെയിനിൻ്റെ സമയത്ത് ബ്രെഡും ജാമും കൂടുതൽ കഴിച്ചിരുന്നു. അവിടുത്തെ ഫുഡ് പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഗെയിമിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഊഞ്ഞാല ഉണ്ടായത് ഞാൻ ഊഞ്ഞാലാടാണ്. എല്ലാവരും വന്നിട്ട് നമുക്ക് പോണ്ടേ ഗൈസ്. ചെറിയൊരു സൂ പോലത്തെ കണ്ടിലേക്ക് പോകാനൊക്കെ. പക്ഷെ ഇത് ആളുകളില്ല. കൈ ഇട്ട് നോക്കിയിട്ട് ആളുകളില്ല. കൈ കുറച്ചാവും. ഇങ്ങോട്ട് ഇവിടെ കെട്ടിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഫാമിലെത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ റോഡ് സൈഡിൽ നിർത്തിയേക്കാണ്. ബസ് അങ്ങോട്ട് പോകത്തില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്? അയ്യോ, അതിലിങ്ങനെ പോകണം. ബസ് ഇതിൽ നിർത്താൻ പറ്റില്ല. എനിക്കാണ് ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ. അപ്പോൾ ഗൈസ് നമ്മൾ ലീഡ് ഫാമിൽ എത്തിയിട്ട് നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടീംസായിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ട്രസ്റ്റ് വാൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. 2 പേരും മേലെ നിന്നിട്ടുണ്ട്, പിന്നെ താഴെ നിന്നിട്ട് നമ്മളെ ടീംസിനെയൊക്കെ അപ്പുറത്തേക്ക് ആക്കുക. അങ്ങനെ എത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു അങ്ങനെ ജയിക്കും കേട്ടോ. 10 മിനിറ്റ്സൊക്കെ ഉണ്ടാവുക. പിന്നെ അങ്ങനെ കുറേ ഗെയിംസ് കളിച്ചു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. കാരണം ഫോൺ അവിടെ വെച്ചിട്ട് അതിന് ഗെയിംസൊക്കെ കളിക്കാൻ വന്നിരുന്നത്.
പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചിട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ വാട്ടർ ഗെയിംസ്, പിന്നെ അതേപോലെ ഗൺ എയിമിങ് പോയിൻറ്റ്സ് അങ്ങനത്തെ ഗെയിംസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടയറിൻ്റെതും ഇതൊക്കെ നമുക്ക് 10 മിനിറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ എത്ര മിനിറ്റിൽ ഉള്ളിൽ നമ്മൾ ഗ്രൂപ്പ് ടീംസ് ചെയ്യണം അങ്ങനെ അനുസരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ടർഫിൽ വന്നു. ടർഫിലും അടിപൊളി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഗൈസ്, സോറി. എന്തെങ്കിലും ഷോർട്സ് വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ OBDയുടെ ലാസ്റ്റ് ഡേ ആണ്, സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ പോകട്ടോ രാത്രി. പിന്നെ എന്താണ് ട്രക്കിങ്ങും മിർസാനയാണ് ഒരു ഹായ് പറയും. അപ്പോൾ ഇന്ന് ട്രക്കിങ്ങും ആണ്. പിന്നെ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ 3 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു ലാസ്റ്റ് ഗെയിം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രക്കിങ്ങിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ നീച്ച് വൈകിട്ടാകുമ്പോൾ നമ്മളവിടെ ഉണ്ടാവണം. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഉപ്പുമാവും ബ്രെഡും ജാമും കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ ഗായ്സ്. കാരണം ഗെയിമിൻ്റെ കാര്യത്തിലായതുകൊണ്ട് കുറച്ച് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഉള്ളതൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എടുക്കാൻ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്ന് പുട്ടും കടലക്കറിയും പഴവും പപ്പടവും ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. അവരൊക്കെ വരുന്നുള്ളൂ. കുറച്ച് നേരം ഊഞ്ഞാലാടാന്ന് കരുതി. ഇവിടെ ഊഞ്ഞാലുണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ കളിക്കുക, പിന്നെ ക്യാരംസ് കളിക്കുക, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കോളേജാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നോള വന്ന് പേടിപ്പിച്ചതാണ്, അത് ഞാൻ കണ്ടില്ല. ഇനി എന്തൊക്കെയാണ്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഗൈസ്, ഫുൾ വീഡിയോ. കാരണം എപ്പോൾ ഞാൻ വ്ലോഗ് എടുക്കാൻ തുടങ്ങിയാലും ഞാനത് കംപ്ലീറ്റ് ആക്കാറില്ല. അപ്പോൾ കംപ്ലീറ്റ് ആക്കും, പക്ഷേ അത് അവിടെ ഇവിടെയൊന്നും ഉണ്ടാവില്ല. തലങ്ങും വിലങ്ങും ഫസ്റ്റും ഉണ്ടാവും ലാസ്റ്റും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും എൻ്റെ വീട്ടുകാർ പറയും ഇന്നൊന്നും മര്യാദയ്ക്ക് എടുത്തൂടെ, മര്യാദയ്ക്ക് എടുത്തൂടെ. ഇത് ഞാൻ അങ്ങനെ എടുക്കാൻ പറ്റും ഗൈസ്. ഒരു ടയറിങ് കഴിച്ചാലോ നമുക്ക്. ഗൈസ് ഞങ്ങളിതാ നടന്ന് ഇവിടെ പോയിൻ്റെ ഉച്ചയ്ക്ക് കേൾക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ആദ്യം വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നല്ലപ്പോൾ നല്ല തണുപ്പൊക്കെ നല്ല സുഖമുണ്ടോ. 8 കിലോമീറ്റർ കേട്ടോ ഞങ്ങൾ നടക്കണത്. അങ്ങോട്ട് പോകുമ്പോൾ ഷോർട്ട് കട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. സെൽഫ് എടുക്കുക അങ്ങനെയല്ല. അല്ല ഞാനെടുത്ത് ഞാൻ ഇഞ്ച മോന്തണ്ടായാലോ. സെൽഫ് എടുക്കും ഗൈസ്. കഷ്ടപ്പെട്ട് മല കയറുന്നവരെയാണ് ഈ കാണുന്നത്. പുഴകൾ താണ്ടി ഇടയ്ക്ക് ജീവനോടുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യട്ടോ ഗൈസ്. അത്ര പട്ടി ഞങ്ങളുടെ കൂടെ തന്നെ വരികയായിരുന്നു കേട്ടോ. നമുക്ക് വൈ കെട്ടിത്തരാനാണോ സംരക്ഷിക്കാനാണോ കണ്ടില്ല മണ്ടിന് ഗൈസ്. കുറേ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. വടിയും കൊണ്ടൊക്കെ എന്നെ നടന്നീന ഗൈസ്. അങ്ങനെ പറ്റൂല, തളർന്ന് വെള്ളത്തിന് ദാഹിച്ച് ആകെ ദഹിക്കണം. നല്ല ഒച്ചയൊക്കെയുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി വെള്ളച്ചാട്ടമാണ്, ധോണി വെള്ളച്ചാട്ടാട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ നല്ല വ്യൂ ആയി കാണിച്ചു തരാം. നല്ല തണുപ്പ്. ഹലോ ഗൈസ്, ധോണി വാട്ടർഫാൾസിലുണ്ട്. ധോണി വാട്ടർഫാൾസിന്റെ അപ്പം എന്തോ ബാക്കിന്ന് പറയുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളെ ആശിമിലേക്കാണ് നമ്മളപ്പം ഉള്ളത്. എല്ലാവരും ഉണ്ട്. നമ്മളൊപ്പം ബാസിംബ്ലേക്ക് ഉണ്ട്. ഒന്നും പാടെ വേക്കും. ശരിയാ, നീ കേട്ടത് ശരിയാ. തിരിച്ചു പോവാണ്. ഇനി നമ്മള് കോളേജിലാണ് കേട്ടോ പോണത്, ലീഡ് കോളേജിലാണ്. അവിടെ ഫുഡ് കഴിച്ചിട്ട് 2 ദിവസത്തെ സ്റ്റേ ആണ് ഗൈസ്. ഇതാണ് ഞങ്ങളെ സാറ്. ഹലോ സാർ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ധോണി വാട്ടർഫാൾസിനെ കുറിച്ച്? അല്ല വർത്താനം പറയില്ലേ? ഒരു സമ്മാനം ഇതാ. ഇതൊക്കെ വൈക്കൂടെയാണ് പോണത്. പഠിച്ചവനറിയാം ഇവിടെ എത്തുന്നത്.
എന്തായാലും ഇതാ റോഡൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളുടെ പൊട്ടന്മാരാ റോഡുണ്ട് റെഡിയില് ബാക്കിലാണ് ആകെ ഇരുത്തുന്ന ആൾക്കാരെ കാണുക. അപ്പോൾ ഗായ്സ് നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞു. ഞങ്ങളവിടെ കുഴങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര കാൽവരുത്തൊക്കെ ഉണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും ഞങ്ങൾക്ക് ഫീഡ്ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ. ട്രക്കിങ് അവസാനിച്ചപ്പോൾ എത്തുള്ളൂ ചേട്ടാ.